ആ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്തു പറയാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. പിന്നെ നമുക്ക് പല ഡിഫൻസ് ജേർണലുകളിലോ അല്ലെങ്കിൽ ഇതിനകത്തെ ആധികാരികമായ സോഴ്സുകളിൽ വച്ച് പറയുന്ന ചില കാര്യങ്ങൾ വെച്ച് പറയാൻ മാത്രമേ മാർഗമുള്ളൂ. അപ്പൊ അതേക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇറാൻ അല്ലെങ്കിൽ അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധം എങ്ങും എത്തിയിട്ടില്ല, അത് അന്ത്യം കാണുന്നതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത് പറയുന്നതിന് രണ്ട് കാരണങ്ങളാണ്. ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റുകളാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന വലിയ ആളുകളാണ് ഏറ്റവും അധികം ഇത്തരത്തിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്തൊരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ലാത്തത് കൊണ്ട് ഇതിന്റെ അന്ത്യത്തെക്കുറിച്ച് ഒരു സ്റ്റെബിലിറ്റിയും പറയാൻ നമുക്ക് ഇതുവരെ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇപ്പൊ അമേരിക്ക തന്നെ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇത് ഇപ്പൊ ഇന്ന് തീരും യുദ്ധം, അല്ലെ ഒരാഴ്ച കൊണ്ട് തീരും. ഇവരെല്ലാം പറയുന്നത് മാറി മാറിയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക ഖാർഗെ ഐലൻഡ് എന്ന് പറയുന്ന ഖാർഗ് ഐലൻഡ്, ഇറാന്റെ ഖാർഗ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപ്. ഇത് ദ്വീപ്, അതായത് അവരുടെ മെയിൻ ലാൻഡിൽ നിന്ന് മാറി ഏകദേശം കുറച്ച് മാറിയിട്ടാണ്, എന്നാൽ ഒരു സ്പീഡ് ബോട്ടിൽ പോകാൻ പറ്റുന്ന ഒരു അകലത്തിലാണ് ഈ ഖാർഗ് ഐലൻഡ്. ഈ ഇറാന്റെ 90 മുതൽ 95% എണ്ണ, ക്രൂഡ് ഓയിൽ കയറ്റി അയക്കുന്നത് ഈ ചെറിയ ഒരു ഐലൻഡിൽ നിന്നാണ്. അമേരിക്ക അതിനകത്ത് തന്നെ അവയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ധാരാളം സൈനിക സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ അമേരിക്ക അതിനകത്ത് ഈ ഖാർഗ് ഐലൻഡിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന വിശ്വസനീയമായ ഒരു കാര്യം. അത് ഇറാനും അംഗീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.